നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. അപ്പോൾ നമുക്കൊരു കോംപ്ലക്സ് നമ്പർ എന്താണെന്നൊക്കെ നമുക്കറിയാം അല്ലേ. ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ഫോമിൽ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ഈ കോംപ്ലക്സ് നമ്പറിനെ പോളാർ ഫോമിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു ചോദ്യവും കൂടിയാണ് ഇത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു കോംപ്ലക്സ് നമ്പറിനെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ ആറിൻ്റെയും തീറ്റയുടെയും ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത്, നമുക്കറിയാം ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ് നമ്മുടെ കോംപ്ലക്സ് നമ്പറിൻ്റെ ജനറൽ ഫോം എന്ന് നമുക്കറിയാം. നമ്മൾ എക്സിന് ആർ കോസ് തീറ്റ എന്നും വൈക്ക് ആർ സൈൻ തീറ്റ എന്നും സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നു. അപ്പം നമ്മുടെ ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നുള്ളത് എന്തായി മാറും? ആർ കോസ് തീറ്റ പ്ലസ് ഐ ആർ സൈൻ തീറ്റ എന്ന് വരും. രണ്ടിലും ആറ് കോമൺ ആണ്. സോ ആറ് വെളിയിലെടുക്കുമ്പോൾ എന്ത് വരും? ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ ആർ സൈൻ തീറ്റ എന്ന് വരും. ഇതാണ് എന്ത്, നമ്മുടെ പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ഇസഡ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ ആർ സൈൻ തീറ്റ. ഇവിടെ നമുക്ക് ആറ് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. അതായത് മോഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ എന്നാണ് വരുന്നത്. മോഡുലസിൻ്റെ ഡെഫിനിഷൻ അങ്ങനെയാണ്. അപ്പോൾ ഇവിടുത്തെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എക്സ് ആണ്. ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ ഐയുടെ കൂടെ ആര് വരുന്നോ അതാണ് ഇമാജിനറി പാർട്ട്. അപ്പോൾ ഇവിടുത്തെ റിയൽ പാർട്ട് എക്സ്, ഇമാജിനറി പാർട്ട് വൈ. അപ്പോൾ റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എക്സ് എന്താ നമ്മൾ കൊടുത്തിരുന്നത്? ആർ കോസ് തീറ്റ. അപ്പോൾ ആർ കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ എന്തായിരുന്നു? ആർ സൈൻ തീറ്റ. ആർ സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ വരും. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. ദാറ്റ് ഈസ് റൂട്ടിനകത്തു നിന്ന് ആർ സ്ക്വയർ വെളിയിലെടുത്താൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് എന്ത് വരും? സൈൻ സ്ക്വയർ തീറ്റ. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണെന്നറിയാം. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ എന്ത് വരും? 6 എന്ന് വരും. അപ്പോൾ 6 കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? മോഡുലസ് ഇസഡ് കണ്ടുപിടിച്ചാൽ നമുക്ക് 6 കിട്ടും. കാരണം നമുക്ക് കോംപ്ലക്സ് നമ്പറിൻ്റെ ഒരു ഫോമിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ തരുന്നത്. അതിനെയാണ് നമ്മൾ പോളാർ ഫോമിലേക്ക് മാറ്റേണ്ടത്. പോളാർ ഫോമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ആരൊക്കെ വേണം? 6 വേണം, തീറ്റയും വേണം. അപ്പോൾ 6 കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് മോഡ് ഇസഡ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇനി തീറ്റ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? തീറ്റ ഇസ് ഈക്വൽ ടു ആർഗ്യുമെൻറ്റ് ഇസഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ ഇൻവേഴ്സ് മോഡ് വൈ ബൈ എക്സ്. ഇതാണ് തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പം നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് തീറ്റ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വിശദമായിട്ട് പറയാം. സോ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ പോളാർ ഫോം എന്താണ്? പോളാർ ഫോം എന്ന് പറഞ്ഞാൽ ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഫോമിൽ എഴുതുന്നതാണ് നമ്മുടെ പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. അതിൽ 6 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മോഡ് ഇസഡ് കണ്ടുപിടിച്ചാൽ മതി. തീറ്റ കണ്ടുപിടിക്കാൻ എന്താ? ആർഗ്യുമെൻറ്റ് ഇസഡ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് വൺ, എക്സ്പ്രസ് 1 പ്ലസ് ഐ ഇൻ പോളാർ ഫോം. 1 പ്ലസ് ഐ എന്ന് പറയുന്നതിനെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് നവംബർ 2022 ചോദിച്ചൊരു ചോദ്യമാണ്. സോ നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ഐ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണല്ലോ നമ്മുടെ ജനറൽ ഫോം. അപ്പോൾ ഇതിനകത്ത് നിന്ന് എക്സ് എന്ത് വരും? റിയൽ പാർട്ട് 1 ആണ്. വൈ ഇമാജിനറി പാർട്ട് എന്താ? ഐയുടെ കൂടി ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ഐ മീൻസ് ഐ ഇൻറ്റു 1 അല്ലേ. സോ 1 ആയിരിക്കും വരിക. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 1, വൈ ഈസ് ഈക്വൽ ടു 1 കിട്ടി.
ഇനി നമുക്ക് മോഡ് ഇസഡ് കണ്ടുപിടിക്കണം. മോഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, ആറാണെന്നറിയാം. അപ്പോൾ 6 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? √(x² + y² ചെയ്താൽ മതിയല്ലോ. ദാറ്റ് ഈസ് റൂട്ട് റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 1² + ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് √2 എന്ന് നമുക്ക് 6 കിട്ടും. അപ്പോൾ 6 എന്ത് കിട്ടി? √2 കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തീറ്റയാണ്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് ആർഗ്യുമെൻറ്റ് ഇസഡ് ആണ്. അതെന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് y/x ആണ്, മോഡ് y/x. ദാറ്റ് ഈസ് tan ഇൻവേഴ്സ് y എന്ന് പറയുന്നത് 1 ആണ്, x എന്ന് പറയുന്നതും 1 ആണ്. ദാറ്റ് ഈസ് tan ഇൻവേഴ്സ് മോഡ് 1 എന്ന് പറഞ്ഞാൽ 1 വരും. അപ്പോൾ tan ഇൻവേഴ്സ് 1 നമ്മൾ നോക്കുമ്പോൾ എന്താ വരിക? π/4 എന്നാണ് ആൻസർ വരിക. ഇവിടം കൊണ്ട് നമ്മുടെ തീറ്റ കണ്ടുപിടിച്ചത് കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മൾ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഇവിടെ ആർഗ്യുമെൻറ്റ് ഇസഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ π/4 കിട്ടിയതിരിക്കട്ടെ, ഫൈനലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തും കൂടി ചെക്ക് ചെയ്യണം. ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ ഈ എക്സും വൈയും 1 1 ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് XY എന്നുള്ളത് കോർഡിനേറ്റ് ഫോമിൽ എഴുതുമ്പോൾ 1 1 ആണ് കിട്ടുക. അപ്പോൾ രണ്ടും പോസിറ്റീവാണ്, എക്സും പോസിറ്റീവാണ്, വൈയും പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ എന്താണ് ആംഗിൾ തീറ്റ കണ്ടുപിടിക്കുന്നതിലേക്ക് വരുന്നത്. അതിന് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഗ്രാഫ് പഠിച്ചു വെക്കുക. അതായത് നോക്കിക്കേ, ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുമ്പം ഇതാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഇവിടെ നമുക്കറിയാം, നോക്കിക്കേ, ഇങ്ങോട്ട് എക്സിൻ്റെ ആൾക്കാരെല്ലാം പോസിറ്റീവാണ്, ഇങ്ങോട്ട് വൈയുടെ ആൾക്കാരെല്ലാം പോസിറ്റീവാണ്. അപ്പോൾ കോർഡിനേറ്റ് XY എന്ന് പറയുന്നത് രണ്ടും പോസിറ്റീവാണ്. അങ്ങനെ വരുന്ന കേസിൽ നമ്മുടെ തീറ്റ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച തീറ്റ തന്നെ ആയിരിക്കും. ഇനി സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വരുമ്പം ഈ വൈ പോസിറ്റീവും ഈ എക്സ് നെഗറ്റീവാണ്. ഇങ്ങോട്ട് നെഗറ്റീവ് വാല്യൂസ് അല്ലേ എക്സിന് വരിക. അപ്പോൾ നമ്മുടെ കോർഡിനേറ്റ് -XY എന്നായിരിക്കും വരിക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? π-θ ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് ഒരു tan ഇൻവേഴ്സ് മോഡ് y/x കൊണ്ട് കണ്ടുപിടിക്കുന്ന ഒരു തീറ്റ ഉണ്ടല്ലോ, അത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് കിടക്കുന്നതെങ്കിൽ നമ്മുടെ തീറ്റ എന്ന് പറയുന്നത് π-θ വരും. അതായത് π-π/4 എന്നായിരിക്കും വരിക. അതായിരിക്കും നമ്മുടെ ഇവിടുത്തെ എന്താണ് ആർഗ്യുമെൻറ്റ് ഇസഡ് എന്ന് പറയുന്ന ആംഗിൾ വരുന്നത്. നെക്സ്റ്റ് തേർഡ് ക്വാഡ്രൻറ്റിലേക്ക് വരുമ്പം ഇവിടെ എന്താണ് എക്സിൻ്റെ കോർഡിനേറ്റും വൈയുടെ കോർഡിനേറ്റും രണ്ടും നെഗറ്റീവാണ്. കാരണം ഇങ്ങോട്ട് എക്സ് നെഗറ്റീവാണ്, ഇങ്ങോട്ട് താഴോട്ട് വരുന്തോറും എന്താണ് വൈയും നെഗറ്റീവാണ് വരിക. സോ നമ്മുടെ തീറ്റ എന്ന് പറയുന്നത് θ-π ആയിരിക്കും വരിക. ഇനി ഫോർത്ത് ക്വാഡ്രൻറ്റിലേക്ക് പോകുമ്പം നമ്മുടെ എക്സ് എന്ന് പറയുന്ന പോസിറ്റീവും വൈ നെഗറ്റീവും ആയിരിക്കും വരിക. സോ അങ്ങനെ വരുന്ന കേസിൽ നമ്മുടെ തീറ്റ എന്ന് പറയുന്നത് -θ ആയിരിക്കും, ആംഗിൾ -θ ആയിരിക്കും വരുന്നത്. സോ നമ്മൾക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നോക്കുക. അതിൻ്റെ കോർഡിനേറ്റ് ഫോം ഇതിലേത് ഏത് ക്വാഡ്രൻറ്റിലാണ് കിടക്കുന്നതെന്ന് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ആർഗ്യുമെൻറ്റ് ഇസഡ് കണ്ടുപിടിക്കുന്നത്. സോ ഈ പ്രോബ്ലത്തിൽ നമ്മുടെ XY എന്ന് പറയുന്ന രണ്ടും പോസിറ്റീവാണ്. അപ്പോൾ എക്സും പോസിറ്റീവ് വൈയും പോസിറ്റീവ് ആണെങ്കിൽ അത് എവിടെയായിരിക്കും കിടക്കുക? ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിരിക്കും കിടക്കുക. സോ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? തീറ്റ തന്നെയാണ്, ആംഗിൾ തീറ്റ തന്നെയാണ്. സോ ഇവിടെ വരുമ്പം നമ്മുടെ തീറ്റ ദാറ്റ് ഈസ് ആർഗ്യുമെൻറ്റ് ഇസഡ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന π/4 തന്നെയായിരിക്കും. സോ നമുക്ക് തീറ്റയും കിട്ടി, ആറും കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? പോളാർ ഫോം എന്ന് പറഞ്ഞാൽ എന്താ? പോളാർ ഫോം ഇസ് ഈക്വൽ ടു r × cos θ + I sin θ. ഇതാണ് നമ്മുടെ പോളാർ ഫോം. ദാറ്റ് ഈസ് r എന്ന് പറയുന്നത് √2 ആണ്, √2 × cos θ π/4 + I sin θ π/4. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പോളാർ ഫോമിലേക്ക് നമ്മൾ എന്തിനെ കൺവേർട്ട് ചെയ്തു? നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിനെ കൺവേർട്ട് ചെയ്തു. സോ ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. നമുക്കൊരു പ്രോബ്ലം കൂടി നോക്കാം. എക്സ്പ്രസ് 1 - √3i ഇൻ പോളാർ ഫോം.
സോ നമുക്കിവിടെ തന്നിരിക്കുന്ന ഈ സെഡ് എന്ന് പറയുന്നത് 1 മൈനസ് √3i ആണ്. ഈ സെഡിൻ്റെ ജനറൽ ഫോം എന്താണ്? എക്സ് പ്ലസ് ഐ വൈ. സോ എക്സ് എന്ന് പറയുന്നത് റിയൽ പാർട്ട് 1 വരും, വൈ എന്ന് പറയുന്ന ഇമാജിനറി പാർട്ട്, അതായത് ഐയുടെ കൂടെ ആരാ ഉള്ളത് ഇവിടെ? -√3 ആണുള്ളത്. സോ എക്സ് ഈസ് ഈക്വൽ ടു 1 ആൻഡ് വൈ ഈസ് ഈക്വൽ ടു -√3 എന്ന് നമുക്ക് കിട്ടി. നമുക്ക് ഇനിയും കണ്ടുപിടിക്കേണ്ടത് ആരാ? ആറിനെയാണ്. 6 മീൻസ് മോഡുലസ് ഓഫ് ഇസഡ് കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 1 സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് -√3 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 സ്ക്വയർ 1 വരും, പ്ലസ് ഈ മൈനസിൻ്റെ സ്ക്വയർ പ്ലസ് ആവുമല്ലോ, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും, √3 സ്ക്വയർ 3 ആകും. ദാറ്റ് ഈസ് √4 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ആർ ഈസ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാ? തീറ്റേനെ കണ്ടുപിടിക്കണം. തീറ്റ എന്ന് പറയുന്നത് ഫസ്റ്റ് നമുക്ക് ടാൻ ഇൻവേഴ്സ് മോഡ് y/x നോക്കാം. അതിന് ശേഷം എന്താ ആർഗ്യുമെൻറ്റ് ഇസഡ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് മോഡ് y എന്ന് പറയുന്നത് -√3 ആണ്, ബൈ എക്സ് എന്ന് പറയുന്നത് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് മോഡ് -√3 എന്ന് പറഞ്ഞാൽ മോഡ് എന്ന് പറയുന്നത് അറിയാമല്ലോ, നമ്മുടെ നെഗറ്റീവിനെ എന്താക്കും? പോസിറ്റീവ് ആക്കുന്നതാണ്. സോ ടാൻ ഇൻവേഴ്സ് √3 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് π/3 ആണ് കിട്ടുക. ഇനി ഇവിടേക്ക് നോക്കുമ്പോൾ നമ്മുടെ റിയൽ പാർട്ട് എക്സ് എന്ന് പറയുന്നത് 1ഉം വൈ എന്ന് പറയുന്നത് -√3 ആണ്. അതായത് എക്സ് കോർഡിനേറ്റ് പോസിറ്റീവും വൈ കോർഡിനേറ്റ് നെഗറ്റീവുമാണ് വരുന്നത്. അങ്ങനെ വരുന്ന കേസിൽ നമ്മുടെ ആർഗ്യുമെൻറ്റ് ഇസഡ് എന്താ വരിക? എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും വരുന്നു. നോക്കിക്കേ, എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ് വരുമ്പോൾ ഇവിടെ എവിടെയാണ് വരുന്നത്? നമ്മുടെ 4th ക്വാഡ്രൻറ്റിലാണ് വരുന്നത്. അവിടെ നമ്മുടെ ആംഗിൾ എന്ന് പറയുന്നത് -θ വരിക. സോ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ തീറ്റ, അതായത് ആർഗ്യുമെൻറ്റ് ഇസഡ് എന്ന് പറയുന്നത് -θ വരും. ദാറ്റ് ഈസ് -π/3 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ തീറ്റയെ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ പോളാർ ഫോം എന്ന് പറയുന്നത് എന്ത് കിട്ടി? r ഇൻറ്റു cos θ പ്ലസ് i sin θ ആണല്ലോ നമ്മുടെ പോളാർ ഫോം. ദാറ്റ് ഈസ് r എന്ന് പറയുന്നത് 2 ആണ്. 2 ഇൻറ്റു കോസ് -π/3 പ്ലസ് i സൈൻ -π/3 എന്ന് കിട്ടി. അപ്പോൾ പോളാർ ഫോം കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ.